കാക്കാത്തിക്കിളിയേ കൈ നോക്കാമോ നാടോടി കല്യാണത്തിന് നാളു നോക്കാമോ പത്തുവെളുപ്പിലുണർന്ന് കുറി കൊത്തിയെടുക്കാമോ മംഗളത്തിന് മനപ്പൊരുത്തം കുറിക്കുമോ കിന്നാര കാക്കാത്തിക്കിളിയേ കൈ നോക്കാമോ നാടോടി കല്യാണത്തിന് നാളു നോക്കാമോ ആ ജോൺ സാറ് മദ്രാസിൽ എവിടെയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മായം കൊണ്ട് അങ്ങോട്ട് പോവായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ചങ്കടിപ്പ് കൂടി കൂടി വരിക. നിന്റെ ചങ്കലടിക്കണല്ലോ, എന്റെ അടിക്കാൻ ഒന്നും ബാക്കിയില്ല. എന്റെ ഈശ്വര, എത്രയും പെട്ടെന്ന് ജോൺ സാർ ഇങ്ങെത്തിയാൽ മതിയായിരുന്നു. വന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ആ പെങ്കൊച്ചനെ കൊണ്ട് അയാളുടെ അടുത്താക്കി ഉള്ള കാശ് മേടിച്ച് ഊട്ടിന് സ്ഥലം വിടണം. അല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്ത് പോലീസ് അകത്താക്കും. ശരിയാ, കാളയപ്പന്റെ ശവം കിട്ടുമെന്ന് പോലീസ് നമ്മൾ പൊക്കുന്ന് ഉറപ്പാ. പോലീസ് പോലീസുകാരൻ കുറെ നാളെ എന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. നീ തല താത്തി പിടിച്ചോ. കള്ളന്മാരെ പുറകെ എന്നും പോലീസ് ഉണ്ടാവും. അതാ പറഞ്ഞ് തല താത്തി പിടിക്കാൻ. ഏതാവത് കൊടുങ്കയ്യ? കൊടുങ്കയ്യോ? ഇവിടെ അതിലും വലിയ കടുങ്കയിലെ പറ്റേ ഒരു 10 പൈസയെങ്കിലും കൊടുങ്കയ്യ. ആ, നാളെ തരാം. പോ. നിങ്ങളെ പോലുള്ളവർ കടം പറഞ്ഞാ ഞാൻ ഈ പരുവത്തിലായത്. കാശില്ലാത്ത തെണ്ടികള്. ആ പോലീസുകാരൻ അയാളുടെ പാട്ടിന് പോയി. എന്റെ ഒരു സംശയം. അതെ, ആ പിച്ചക്കാരൻ നിന്നും കൂടെ കണ്ടിട്ടില്ലല്ലോ. ഓ, പിന്നെ സകല പിച്ചക്കാർക്ക് നീ നമ്പർ അടിച്ചു വിട്ടേക്കല്ലേ? എടാ, ഇപ്പോഴത്തെ CID-മാര് ഏത് വേഷത്തിൽ ഇറങ്ങാന്ന് പറയാൻ പറ്റില്ല. ഓ, പറയാൻ പറ്റിയിരുന്ന അവിടെ ഉണ്ടാക്കിയാനെ. കൊറേ നേരമായില്ലേ രണ്ടെണ്ണം കൂടെ ഇവിടെ നിന്ന് പുറകോർക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇത്രയ്ക്ക് രഹസ്യം? കടിക്കാൻ വല്ലതും വേണോ? വേണ്ട മോളെ, എന്നാളൊരു കടി കടിച്ചാന്റെ പിടി ഇതുവരെയായിട്ട് വിട്ടിട്ടില്ല. അതെ, ഇനി ഇവിടെ നിൽക്കണം അത്രയ്ക്ക് ശരിയല്ല. നീ കാറെടുക്ക്. വാ പറ്റി ചായയിലേക്ക്. ചായയുടെ കാശ് പറ്റില്ല എഴുതിക്കോളെ. അതൊക്കെ എഴുതണോ? അല്ല, വിഴുങ്ങ്. അനങ്ങി നടക്കുന്നേ. 2 ദിവസമായിട്ട് സാജി കാണാത്ത എന്തും തിരക്കോ നീ? രണ്ടുപേർക്ക് എന്തോ കോളത്തെ മട്ടുണ്ട്. ജാതകപ്രകാരം ഉണ്ണിയുടെ ബെസ്റ്റ് ടൈമായിപ്പോ. ഒരു ചവിട്ടുപടി ഉണ്ടാക്കി വെച്ചൂടെ? കൊച്ചുകുട്ടിയാന്ന് വിചാരം. ഇപ്പോഴും വിഷയടിച്ചോണ്ടിരിക്കുക. വസൂരിയണ്ണ പട്ടി മനസ്സമാനത്തോടെ ജോലി ചെയ്യാനും സമ്മതിക്കില്ല. നീയോ? നീ ഇതെങ്ങനെ കേറി? എപ്പ കേറി? എന്തിനു കേറി? പോ. വസുണ്ണ കേറി പോയതാ. വസുണ്ണ രക്ഷിക്കണം പ്ലീസ്. എന്നെ മദ്യം തന്ന മയക്കി ആ പെങ്കൊച്ചിനെ ഈ ബംഗ്ലാവിനകത്ത് കയറ്റി താമസിപ്പിക്കണം അല്ലടാ? ഇത് നിന്റെ മറ്റവന്റെ ബുദ്ധിയല്ലേ? ഒരിക്കലല്ല വാസുണ്ണനെ തെറ്റിദ്ധരിക്കരുത്. അവനുമായിട്ടുള്ള സകല ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഞാൻ വന്നിരിക്കണേ. അവനെന്നെ ചതിച്ചു വാസണ്ണ. നന്നായി. 2 ലക്ഷം രൂപ കരാറ് പറഞ്ഞ് ജീവൻ പണയം വെച്ചിട്ട് ആ പെങ്കൊച്ചിനെ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ അവൻ ആ പെങ്കൊച്ചിനെ വശത്താക്കി 2 ലക്ഷം രൂപ ഒറ്റയ്ക്ക് തട്ടിയെടുക്കാൻ പോവാ. 2 ലക്ഷം. പക്ഷെ വാസുണ്ണൻ എന്റെ കൂടെ നിന്നാൽ ആ തുക മുഴുവൻ നമുക്ക് വീതിച്ചെടുക്കാം. എങ്ങനെ? അതൊക്കെ ഞാൻ പറയാം. അണ്ണൻ ജോൺസൺ സാറിന്റെ മദ്രാസിലുള്ള ഫോൺ നമ്പർ തന്നാ മതി. തന്നാൽ അപ്പം തിന്നാ പോരെ? എന്തിനാ കുഴി എണ്ണണം? ഇല്ലെങ്കിൽ ആദ്യത്തെ കുഴിന്ന് എനിക്കിട്ട് കുത്തിയാലോ? വാസുണ്ണൻ ഒട്ടും വിശ്വാസമില്ലല്ലേ? എന്നാ വേണ്ട, ആ 2 ലക്ഷം കൊണ്ട് അവൻ കൊണ്ട് മിനിങ്ങിക്കോട്ടെ. നീ പറഞ്ഞത് സത്യമാണോ? വാസുണ്ണന്റെ അച്ഛനാണ് സത്യം. എന്നാ പിടിച്ചോ. 426259. 426259. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, 426259. ഹലോ, ഈസ് ഇറ്റ് 426259? മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ ജോൺ ഫെർണാണ്ടസ്? ഐ എം ഉണ്ണി ഫ്രം ഊട്ടി. താങ്ക് യു. എന്തായി? ആളുണ്ടോ? ഹോൾഡ് ചെയ്യാൻ. അതെ, കൊലക്കുറ്റത്തിന് പോലീസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ജാമ്യത്തിൽ ഇറക്കാനെങ്കിലും അയാളോട് വരാൻ പറ. നീ മിണ്ടാതിരി. എന്താണ് വസന്ത പിടിച്ച കോഴിയെ പോലെ? വസന്തയല്ല, പോലീസ്. അമ്മേ, എന്റെ ഒടുക്കത്തെ കരുന്നൊക്കെ പറഞ്ഞു തരുന്നില്ല. പോലീസ് വന്നണ്ട.
നമുക്ക് ഓടി രക്ഷപ്പെടാം. ഓടിയ അവര് വെടിവെച്ചാലോ? തൽക്കാലം നമുക്ക് വിളിച്ചിരിക്കാം, അടിയിൽ വിളിച്ചിരിക്കാം. എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങാം. പോട്ടെ. എന്നടാ ഇത്? രണ്ടുപേരും ഫോണെ കയ്യിൽ വെച്ചിട്ട് വിളയാടിട്ട് ഇരുക്കാங்க. ഡേയ് വാങ്ങണ വിളയെ. ഇനി രക്ഷയില്ല. കീഴടങ്ങാം. അടങ്ങാനായിട്ട് മിണ്ടാതെ വായിലേക്ക് തടി കേടാവും. നമസ്കാരം. നമസ്കാരം. എന്നാ കട വണ്ടിക്കുള്ളേ? സാറ് അറിയാതെ സംഭവിച്ചിട്ടുണ്ടേ. പോലീസ് ജീപ്പ് ഉങ്ക അപ്പ വണ്ടിയാ. ഓക്കെടാ. എന്തുണ്ടായേ? ഇതെന്തായത്? ആവശ്യമില്ലാണ്ട് പേടിച്ച് എങ്ങനെ ഇരിക്കും? പണ്ടാണ് നീയല്ലേ പറഞ്ഞ കീഴടങ്ങാൻ. അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞല്ലേ. ആവേശത്തിന് പറഞ്ഞ നീയാരെ പട്ടി? പട്ടി കുറച്ച് ഞാൻ കടിച്ചു കൊല്ലൂടോ. നീ വേറൊരു അവസരം കിട്ടുമ്പോ പോവാ. തിരുമേനിയോ? ഉണ്ണി സ്റ്റുഡിയോയിൽ ചെന്നപ്പോ കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. നേരെ ഇങ്ങോട്ട് പോന്നു. തിരുമേനിയും എപ്പോഴെപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടാവും അറിയാം. ഇപ്പൊ വന്നത് ഉണ്ണിക്കൊരു ആശ്വാസം കിട്ടുന്ന കാര്യം അറിയിക്കാനാ. നിശ്ചയത്തിന് മുഴുവൻ തുകയും കൊടുക്കണമെന്നില്ല, ഒരു 50,000 റുപ്യ മതി ഇത്രേ. ബാക്കി കല്യാണത്തിന് തലേന്ന് കൊടുത്താൽ മതിയെന്ന് അവർ സമ്മതിച്ചു. ഇതാണോ ഉണ്ണി പറഞ്ഞത് തിരുമേനി? അതെ, ഇതെനിക്ക് വേണ്ടപ്പെട്ടയാളാ ജോൺ സാറ്. നിശ്ചയത്തിന് എത്ര രൂപ കൊടുക്കണമെന്നാ പറഞ്ഞേ? 50,000. ഡോണ്ട് വറി, നമുക്ക് വഴിയുണ്ടാക്കാൻ തിരുമേനി കയറ്. ഉണ്ണിയെ വിവരം അറിയിച്ചിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചു പോവാച്ചിട്ട് വന്നതാ. അതെന്താ പോവാലോ, നിശ്ചയത്തിന് കൊടുക്കാനുള്ള പണം കൊണ്ട് ആയിക്കോട്ടെ തിരിച്ചു പോക്ക്. അല്ല ഉണ്ണി വരൂ. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? സാറ് വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ശരി, അപ്പൊ സസ്പെൻസ് നീ നേരത്തെ പൊളിച്ചു. എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ ഒരാള് വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ ആളാ ജോൺ സാറ്. സാർ അകത്തേക്കിരിക്കാം. ഇവിടെ വീട്ടുകാരില്ലേ? കുരിയച്ചൻ ആശുപത്രിയിലായതുകൊണ്ട് മേരിക്കുട്ടി ചേച്ചി അവിടെ. ഇവിടെ മായ മാത്രമേ ഉള്ളൂ. മായേ, പൂക്കളും വാരിപ്പിടിച്ച് കുതിരവണ്ടിയെ പോകുന്നതിന്റെ ഇത്രയും നാണക്കാരിയാണെന്ന് തോന്നിയില്ല. അമേരിക്കയിൽ ചെന്നാ പിന്നെ ആളാകെ മാറൂലേ അല്ലേ മായേ? അമേരിക്കയിലോ? ആ, അമേരിക്ക കൊണ്ട് രാജകുമാരിയൊക്കെ പോലേ സാറ്? മായ രാജകുമാരി. ഡയാന ഫെർണാണ്ടസ്. ദേ, രാജകുമാരി ആകുമ്പോ ഇടയ്ക്ക് നമ്മളെ ഓർക്കണേ. അമേരിക്കയില് എനിക്ക് എന്താ അമേരിക്ക ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ പറ, ഡയാനയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊരു ബംഗ്ലാവ്. എന്താ, എന്ത് പറ്റി? അല്ല, അമേരിക്ക പോണേരും ഞാൻ പറഞ്ഞിരുന്നില്ല. പെട്ടെന്ന് കേട്ടപ്പോ ഷോക്കായി കാണും. ഞാൻ ചോദിച്ചു നോക്കാം. ശരി. എന്ത് പറ്റി മായേ? ഞാൻ ആരുടെ കൂടെ അമേരിക്കയിലേക്ക് പോണത്? ജോൺ സാറിന്റെ കൂടെ. അപ്പൊ അയാളാണോ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്? പിന്നല്ലാതെ. മായ എന്തൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ. നിങ്ങളുടെ പെണ്ണാണെന്ന് പറഞ്ഞല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? പിന്നെ മേരി ചേച്ചിയോട് കള്ളം പറഞ്ഞല്ലേ? ഇല്ല, ഉണ്ണിട്ട് കള്ളം പറയുക. കള്ളോ? എന്താ മായ പറയണേ? അന്ന് വീട്ടിൽ വെച്ച് മായയുടെ ചേച്ചിയോടെ എല്ലാം പറഞ്ഞല്ലേ ജോൺ സാറിന്റെ കൂടെ? വേണ്ട, ഒന്നും പറയണ്ട. എനിക്കെല്ലാം ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. പറഞ്ഞു മോഹിപ്പിച്ചിട്ട് പറയാൻ എത്ര രൂപയ്ക്ക് എന്നെ വിറ്റത്? വേണ്ട, എന്നെ അങ്ങനെ വിളിക്കണ്ട. ഞാൻ ആരുടെ കൂടി പോവില്ല. പൊയ്ക്കോ, പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്.
വാട്ട്സ് എ പ്രോബ്ലം? ഹേയ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് അമേരിക്ക പോണെന്ന് കേട്ടപ്പോ എക്സൈറ്റഡ് ആയി പോയി. ഇനിയിപ്പോ ഇവിടെ നിർത്തുന്നുണ്ടോ? നമുക്ക് ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു മേരിക്കുട്ടി ചേച്ചി വന്ന് യാത്ര പറഞ്ഞിട്ട് വരാന്നാ പറയുന്നേ. ഓ കുഴപ്പമില്ല, വൈകുന്നേരം ബംഗ്ലാവിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോ നമുക്ക് ഇറങ്ങാം. വൈകുന്നേരം ഒരു ഉഗ്രൻ ഡിന്നർ അറേഞ്ച് ചെയ്യാൻ വാസന ഏർപ്പാടാക്കാം. പുസ്തകം വിളിക്കണം. ആയിക്കോട്ടെ. ആ